നമസ്കാരം, സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ 31/7/2025 ആ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 3/9/2025 ആണ്. സെപ്റ്റംബർ മാസം 3-ാം തീയതി വരെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2011/2025 ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. പോസ്റ്റിന്റെ പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നാണ്. നമ്മുടെ ആ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 രൂപ വരെയാണ് പേ സ്കെയിൽ ആയിട്ട് പറയുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഇത് നമുക്ക് വേക്കൻസീസ് എന്ന് പറയുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിട്ടാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് പരീക്ഷയായിട്ട് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ വേക്കൻസീസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടതില്ല, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് നടക്കുന്നത്. ഏജ് ലിമിറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. 19 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു ഇയറിന്റെ ഒരു ലിമിറ്റും പറയുന്നുണ്ട്. 2/1/1995, 1/1/2006 ഈ 2 ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഓരോ വിഭാഗങ്ങൾക്ക്, OBC വിഭാഗങ്ങൾ, SC/ST വിഭാഗങ്ങൾക്കും യൂഷ്വൽ ആയിട്ടുള്ള ആ ഒരു ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 12ാം ക്ലാസ് യോഗ്യതയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ യോഗ്യത. 12ാം ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. യൂണിഫോം പോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഹൈറ്റ് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് എന്ന് 168 സെന്റിമീറ്റർ എങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റിന്റെ ആ ഒരു എക്സ്പാൻഷൻ മറ്റും പറയുന്നുണ്ട്. 81 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. 81 സെന്റിമീറ്ററിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അല്ലാതുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. 100 മീറ്റർ ആണ് എന്നൊരു 14 സെക്കൻഡിൽ. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ കവർ ചെയ്യണം. ലോങ് ജമ്പ് ആണെങ്കിൽ 457.2 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് പുട്ട് നമുക്ക് ഏകദേശം 609.6 സെന്റിമീറ്റർ എറിയണമെന്ന് പറയുന്നുണ്ട്. ക്രിക്കറ്റ് ബോൾ ത്രോയും 6096 സെന്റിമീറ്റർ പറയുന്നുണ്ട്. റോപ്പ് ക്ലൈംബിംഗ് വിത്ത് ഹാൻഡ്സ് എത്രയാണ്, 365.80 സെന്റിമീറ്റർ പറയുന്നുണ്ട്. പുള്ളപ്പും ചിന്നിങ് എന്ന് പറയുന്നത് 8 പ്രാവശ്യം എടുക്കണം. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൽ പൂർത്തീകരിച്ചിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു എൻഡുറൻസ് ടെസ്റ്റിന്റെ കാര്യവും കൂടെ അവിടെ പറയുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് അവർക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ മതി. 100 മീറ്റർ ഒക്കെ ആണെങ്കിൽ 17 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിച്ച. ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ ആണ് പറയുന്നത്. ലോങ് ജമ്പ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 305 സെന്റിമീറ്റർ പറയുന്നുണ്ട്. പിന്നെ പുട്ടിങ് ഷോർട്ട് പുട്ടാണ് 400 സെന്റിമീറ്റർ ആണ്. 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ് പറയുന്നുണ്ട്. ക്രിക്കറ്റ് ബോൾ ത്രോ 1400 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഷട്ടിൽ റേസ് ആണ് പറയുന്നത്, 26 സെക്കൻഡിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ പുള്ളപ്പും ചിന്നിക്ക് 8 പ്രാവശ്യം എടുക്കും. സ്കിപ്പിംഗ് ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്, 80 പ്രാവശ്യം എടുക്കണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. കേൾവി ശക്തി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. കണ്ണിന് കാഴ്ച ശക്തി എല്ലാം പറയുന്നുണ്ട്. അത് 6/6 ആണ് പറയുന്നത്. 0.5 നിയർ വിഷൻ. കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, നോർമൽ ആയിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ഉണ്ടാകാൻ പാടില്ല. മറ്റ് എന്താണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ ചെയ്യേണ്ടത്. ഓൺലൈൻ ആയിട്ടാണ്, ഓഫ്ലൈൻ മെത്തേഡുകളൊന്നുമില്ല. നമുക്ക് ഇപ്രാവശ്യം ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കാണൂല. നാളെയോ മറ്റന്നാളോ ആയിട്ട് വരുന്നതായിരിക്കും. സെപ്റ്റംബർ മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാനുള്ള സമയം നമുക്ക് ഉണ്ട്, PSC പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് നമുക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് വരുന്നുണ്ട്. 20 മാർക്കിനാണ് നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക് വരുന്നത്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 മാർക്കിന്റെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മുടെ സൈലം PSC ആരംഭിക്കുന്നുണ്ടായിരിക്കും.
ലഭ്യമായിരിക്കും. ഉടനെ തന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 999 രൂപ മാത്രമാണ്. അധികം ബുദ്ധിമുട്ടായിട്ടുള്ള സിലബസോ കാര്യങ്ങളോ ഒന്നുമല്ല. ആ 80 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ കൂടുതൽ നമ്മൾ ഈ പറയുന്ന എൻവയോൺമെന്റും ഫോറസ്റ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. ഓൾറെഡി അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോഗ്രഫിയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് 20 മാർക്ക് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ രസകരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കും. ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അധികം താമസിക്കാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 999 രൂപ മാത്രമാണ്. അപ്പോൾ നമുക്കിനി ബാച്ചുകളിൽ കാണാം. അടുത്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. താങ്ക് യു.